ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഉണ്ടല്ലോ നിങ്ങളാരും ഇതുവരെ കഴിച്ചിട്ടുണ്ടാവില്ല കേട്ടോ. കാരണം എന്താണെന്നല്ലേ, ഇത് എൻ്റെ വീട്ടിലെ മാത്രം റെസിപ്പിയാണ്. ഞാനത് വേറെ എവിടെയും കണ്ടിട്ടില്ല കേട്ടോ, യൂട്യൂബിലൊന്നുമില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് നിങ്ങൾക്ക് വേണ്ടി ഒന്ന് ഷെയർ ചെയ്ത് തരാമെന്ന്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ. അതിന് വേണ്ടിയിട്ട് ഞാൻ 2 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. ഈ 2 മുട്ട ഒരു ബൗളിൽ പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് നന്നായിട്ട് ഇതിനൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഇത് നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ ഒരു പാൻ വെക്കുക. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വെളിച്ചെണ്ണ എല്ലാ ഭാഗത്തും ഒന്ന് ആക്കി കൊടുക്കുക. കാരണം നമ്മളിത് ഈ മുട്ട ഇതിലൊഴിച്ചിട്ട് ചിക്കി എടുക്കാനുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതാ വെളിച്ചെണ്ണ എല്ലാ ഭാഗത്തും ആക്കി കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ മാറ്റി വെച്ച മുട്ട ഉണ്ടല്ലോ അതിനൊന്നും കൂടെ അടിച്ച് ഇതിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിനെ നന്നായിട്ടൊന്ന് ചിക്കി എടുക്കാം കേട്ടോ. ചിക്കി എടുക്കുക എന്ന് പറഞ്ഞാൽ അറിയാത്തവരുണ്ടെങ്കിൽ സ്ക്രാമ്പിൾഡ് എഗ്ഗാണ്. കാരണം പല സ്ഥലത്തും പല ഭാഷയില്ല, അപ്പോൾ അറിയുമോ എന്നുള്ളത് എനിക്കറിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് സ്ക്രാമ്പിൾഡ് എഗ്ഗ് ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ ദാ ഇതുപോലെ ഒന്ന് ചിക്കി എടുക്കണം. എന്നിട്ട് ഇനി നമുക്കിതിനെ മാറ്റി വെക്കാം. എന്നിട്ട് അതേ പാനിലേക്ക് തന്നെ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വളരെ കുറച്ച് ഒഴിച്ചാൽ മതി, കാരണം നമുക്കിത് ഉരുട്ടിയെടുക്കാൻ പറ്റില്ല വെളിച്ചെണ്ണ കൂടിപ്പോയാൽ. എന്നിട്ട് അതിലേക്ക് ഒരു 2 ചെറിയ സവാള ചെറുതാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റുക. ഈ സവാളയൊക്കെ ഒന്ന് ട്രാൻസ്പെറൻറ്റ് ആവുന്നവരെ ഒന്ന് വഴറ്റുക കേട്ടോ. ഇടയ്ക്കൊന്ന് നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ പച്ചച്ചുവയൊക്കെ മാറുന്നത് വരെ നമുക്കൊന്നും കൂടി ഒന്ന് ഇളക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് ഇവിടെ ഇളക്കിയെടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കാനുള്ളത് മല്ലിയിലയാണ്. മല്ലിയില ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്, നിർബന്ധമാട്ടോ ഇതിൽ ചേർക്കണം എന്നുള്ളത്. ഇതിൻ്റെ ടേസ്റ്റ് മല്ലിയിലയിലും ഈ കുരുമുളക് പൊടിയിലുമാണ്. അപ്പോൾ ഇത് രണ്ടും സ്കിപ്പ് ചെയ്യാൻ പാടില്ല. അപ്പോൾ മല്ലിയില ഇട്ടിട്ടുണ്ട്. 1 ടീസ്പൂൺ കുരുമുളക് പൊടി. ഞാൻ അപ്പോൾ കുരുമുളക് ചതച്ചതായതുകൊണ്ടാണ് 1 ടീസ്പൂൺ ഇട്ട് കേട്ടോ. കുരുമുളക് പൊടിയാണെങ്കിൽ കുറച്ച് കൂടുതൽ ഇട്ടോളൂ, കാരണം അത്യാവശ്യം എരിവ് വേണം. എന്നിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് എടുത്താൽ അതിലേക്ക് നമ്മൾ മാറ്റി വെച്ച മുട്ട ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക കേട്ടോ. ഇത്രയും മതി. ഇതിൽ വേറെ മസാലപ്പൊടികളൊന്നും ചേർക്കരുത്, മഞ്ഞൾപ്പൊടി പോലും ചേർക്കരുത്. ഇത്രയും കഴിഞ്ഞാൽ അത് മാറ്റി വെച്ചിട്ട് നമുക്കൊരു 4 ബ്രെഡ് എടുക്കാം. എന്നിട്ട് ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കുക, നമ്മുടെ സാധാ വെള്ളം ഒഴിക്കുക. എന്നിട്ട് നമ്മുടെ ഈ ബ്രെഡ് ഉണ്ടല്ലോ ഇത് ഓരോന്നും ഇതിലൊന്ന് 2 സൈഡും ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് നമ്മുടെ 2 കൈ വെച്ച് നന്നായിട്ട് പിഴിഞ്ഞെടുക്കുക. ഇതിലുള്ള വെള്ളമൊക്കെ പോകണം കേട്ടോ. നന്നായിട്ട് പിഴിഞ്ഞെടുക്കുക. എന്നിട്ട് ഇതുപോലെ ഉടച്ചിട്ട് നമ്മൾ നേരത്തെ മുട്ടേൻ്റെ കൂട്ടുണ്ടല്ലോ അതിലേക്ക് ഇതിട്ട് കൊടുക്കുക. ഇതുപോലെ എല്ലാ ബ്രെഡും നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ബ്രെഡ് നന്നായിട്ട് പിഴിയണം, അതിലുള്ള വെള്ളമൊക്കെ നല്ല പോകണം. ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മളിത് കഴിക്കുന്ന സമയത്ത് ഇങ്ങനെ നനഞ്ഞിരിക്കുന്ന എന്തോ കഴിക്കുന്ന മാതിരി നമുക്ക് തോന്നും. അപ്പോൾ നന്നായിട്ട് പിഴിഞ്ഞിട്ട് ഇതെല്ലാം ഇതുപോലെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. ഒരു 4 ബ്രെഡാണ് ഈ അളവിന് ഞാൻ എടുത്തിട്ടുള്ളത്, അതിൽ കൂടുതൽ ഈ ഒരു അളവിന് ഇടണ്ട കേട്ടോ. എന്നിട്ട് ഇതിനെ നന്നായിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ബ്രെഡൊക്കെ ഉണ്ടകട്ടി കിടക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ നന്നായിട്ട് ഉടച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്കിതൊന്ന് ബോൾസ് ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഇതുപോലെ എല്ലാം നമുക്കൊന്ന് ബോൾസ് ആക്കിയിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ അതെല്ലാം ഇവിടെ നന്നായിട്ട് ബോൾസാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്ന് മുക്കി പൊരിക്കാനായിട്ടൊരു മാവ് ഉണ്ടാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മൈദമാവാണ് എടുക്കുന്നത്. അപ്പോൾ കുറച്ച് മൈദമാവ് എടുക്കുക, അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ഇതിനെ കുഴച്ചെടുക്കുക. അപ്പോൾ നമ്മൾ ബോണ്ടൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുഴയ്ക്കില്ല, ആ ഒരു പരുവത്തിനാണ് വേണ്ടത് കേട്ടോ. കാരണം ഇതിൽ മുക്കിയെടുക്കുന്ന സമയത്ത് ഈ ബോളിൽ നിന്ന് ഈ മാവ് ഒഴുകി പോകാൻ പാടില്ല. അപ്പോൾ ആ ഒരു പരുവത്തിന് വേണം ഇത് കുഴച്ചെടുക്കാനായിട്ട്. അപ്പോൾ കണ്ട ഈ ഒരു പരുവത്തിനാണ് നമുക്ക് മാവ് വേണ്ടത്. ഇനി ഒന്നുമില്ല, നമ്മുടെ ഈ ബോൾസ് ഇതിലെടുക്കുക. എന്നിട്ട് ഇതിൽ മുക്കിയിട്ട് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് തിരിച്ച് മറിച്ചൊക്കെ ഇട്ടിട്ട് ഇത് വേവിച്ചെടുക്കണം. അപ്പോൾ അതാ ഇതുപോലെ ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ ആ കൈ പിടിച്ച ഭാഗത്ത് മാവ് പോയിട്ടുണ്ടാകും. അപ്പോൾ അതാണ് നമ്മളെ കയ്യിലുള്ള ബാക്കി അതിന് മുകളിൽ കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. എന്നിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഇതിന് മുകളിലേക്കൊക്കെ ഇതുപോലെ ഈ എണ്ണ ഉണ്ടല്ലോ അതൊന്ന് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ നല്ല കുഴിയുള്ള പാത്രമാണെങ്കിൽ ഇത് മൊത്തത്തിൽ മുങ്ങിക്കിടക്കും കേട്ടോ. ഇതിപ്പോൾ എൻ്റെ അത്ര കുഴിയില്ലാത്ത പാത്രം ആയതുകൊണ്ടാണ് ഞാൻ എല്ലാ സൈഡും ഇങ്ങനെ ഇളക്കി ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ തിരിച്ചും മറിച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതിവിടെ ഏകദേശം റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. അപ്പോൾ ദാ നമ്മുടെ സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ കഴിക്കാനാട്ടോ ടേസ്റ്റ് എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇത് സോസൊന്നും കൂട്ടി കഴിക്കേണ്ട ഒന്നല്ല. ഇതിൻ്റെ ഫ്ലേവർ ശരിക്കും കിട്ടണമെങ്കിൽ സോസൊന്നും ഇല്ലാണ്ട് കഴിക്കണം. സോസ് അത്ര ഇഷ്ടമുള്ളവരാണെങ്കിൽ സോസ് കൂട്ടി കഴിക്കാം. ഞാനിപ്പോൾ ഇതൊക്കെ ഒരു ഭംഗിക്ക് വെച്ചതാട്ടോ, സോസും മല്ലിയിലൊക്കെ. അപ്പോൾ നമ്മുടെ സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് കഴിച്ച് നോക്കാം. ഇത് ചൂടോടെ കഴിക്കണം കേട്ടോ. അപ്പോൾ നല്ല ക്രിസ്പി ആയിരിക്കും പുറത്ത്, ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ.
അപ്പോൾ ഞാനിത് കഴിക്കുമ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ അത് മനസ്സിലാവുന്നുണ്ടാവും. അപ്പോൾ ഇതിൻ്റെ പേര് ബംബൂസ് എന്നൊന്നല്ല കേട്ടോ, എനിക്കിഷ്ടമുള്ളൊരു പേരങ്ങ് ഇട്ടതാണ്. അപ്പോൾ നിങ്ങൾക്ക് പേര് ഇഷ്ടമായോ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക്